ദിവസം നമ്മൾ മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയെങ്കിലും നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് വാഷ് ചെയ്തപ്പോൾ ഒറ്റ വാഷിൽ തന്നെ കളറൊക്കെ നന്നായിട്ട് ഡിമ്മായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കളർ ഇളകാത്ത രീതിയിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു വെള്ള മുണ്ടിൽ ജസ്റ്റ് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ദേ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നിശ്ചിത അകലം വെച്ചിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫാബ്രിക് ഡൈ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. നമുക്ക് എക്സൈറ്റായിട്ട് മഞ്ഞപ്പൊടിയിൽ മുക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ദേവമോൻ്റെ ഒരു പഴയ ടീഷർട്ടും കൂടി മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അലക്കിയാലും പോകത്തില്ല. അതിൻ്റെ കൂടെ നമ്മളൊരു ഡൈ ഫിക്സറും കൂടി ഒരു 5-10 മിനിറ്റ് അതിലും കൂടി മുക്കി വെച്ചതിന് ശേഷമാണ് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിനെ ഉണക്കാൻ ഇടുന്നത്. ഡൈ ഫിക്സറിൽ നമ്മൾ 10-15 മിനിറ്റ് മുക്കിയതിന് ശേഷം ഒന്ന് പിഴിയുമ്പോൾ തന്നെ അറിയാം കളർ ഇളകുമായിരുന്നെങ്കിൽ മഞ്ഞ നിറം നന്നായിട്ട് പോയേനെ. ഇത് നല്ല പച്ചവെള്ളം പോലെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് മഞ്ഞപ്പൊടിയിൽ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും. പക്ഷേ ഇതിനെ എത്ര വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം. ആ ഒരു യെല്ലോയിൽ വന്നിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.